ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മാധവമംഗലമാണ്. മാധവമേനോൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് മീനാക്ഷി. മുത്തശ്ശ, അർച്ചന എവിടെയാണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മാധവമേനോൻ പറയുകയാണ്, അറിയില്ല മോളെ, അവളെ ഇന്ദ്രജ തടവിലാക്കി വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, വൈകുമോളെയും അവൾ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മീനാക്ഷി ആകെ തകർന്ന അവസ്ഥയിലിരിക്കുമ്പോൾ മാധവമേനോൻ പറയുകയാണ്, മോളെ, നീ ഇങ്ങനെ തളരരുത്. നീയും കൂടി തളർന്നാൽ പിന്നെ അവൾക്കതൊരു വളമായി മാറുകയുള്ളൂ. അതേസമയമാണ് ഇന്ദ്രജ അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്താ മുത്തശ്ശനും മോളും കൂടി ഒരു കുശലം പറച്ചില്ലെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുകയാണ്. വാ മോളെ, നിനക്കുള്ള ആഹാരം ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രജ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. ആഹാരം കഴിക്കാനായി ഇന്ദ്രജ മീനാക്ഷി നിർബന്ധിക്കുമ്പോൾ വേണ്ടെന്ന് മീനാക്ഷി പറയുന്നു. എൻ്റെ മോളെ, നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ മോളായിട്ടല്ല, പകരം എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങനെ മയക്കി കിടത്തുന്നത്. എന്നിട്ടും മീനാക്ഷി അനങ്ങാതിരിക്കുന്ന കാണുമ്പോൾ ഇന്ദ്രജ മീനാക്ഷിക്ക് നേരെ തട്ടിക്കയറുകയാണ്. നിന്നോടെന്താ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുന്നില്ലെന്നാണോ? മര്യാദയ്ക്ക് ആഹാരം കഴിക്കാനായി ഇന്ദ്രജ പറയുമ്പോൾ മീനാക്ഷി ആഹാരം കഴിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് SP ഓഫീസാണ്. SP വിളിച്ചതനുസരിച്ച് ACP സാഹിറ അവിടെ എത്തിയിരിക്കുകയാണ്. എന്താ സാഹിറെ, കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിനെ പറ്റിയുള്ള പരാതികളൊന്നും ഇതുവരെ തീർന്നില്ലല്ലോ. എന്താ സാർ, ഇപ്പോൾ എന്തു പറ്റിയെന്ന് സാഹിർ ചോദിക്കുമ്പോൾ ആ ഗിരിധർ വീണ്ടും വന്നിവിടെ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടെന്നും അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ആളൊന്നുമല്ലെന്നും എൻ്റെയും തൻ്റെയും തൊപ്പി വരെ തെറിക്കാനായിട്ടുള്ള വകുപ്പൊക്കെ അയാൾ ഉണ്ടാക്കിയെടുക്കുമെന്നും SP പറയുന്നു. അതിന് സാർ, ഞാൻ അവരുടെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയതാണ്, അവിടെ ആരുമില്ലെന്ന് സാഹിർ പറയുമ്പോൾ അങ്ങനെ ഗിരിധർ സമ്മതിച്ചു തരില്ലല്ലോ എന്ന് SP പറയുന്നു. എത്രയും പെട്ടെന്ന് അവിടെ ഒന്നുകൂടി റെയ്ഡ് നടത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ആകെ പ്രശ്നത്തിലാകും. ശരി സാർ, നാളെ തന്നെ രാവിലെ ഞാൻ എൻ്റെ ടീമുമായി പോയി റെയ്ഡ് നടത്താമെന്ന് പറഞ്ഞ് സാഹിർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ജഗദീഷിനോട് കാർത്തിക്കിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. തുടർന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജഗദീഷ് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രാജലക്ഷ്മി. മോനെ, അച്ഛൻ്റെ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ അതും ഒരറിവുമില്ലെന്ന് ജഗദീഷ് പറയുന്നു. മോനെ, അച്ഛൻ തീർത്ഥാടനത്തിന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ അങ്ങനെ വിശ്വസിക്കാൻ എനിക്കൊട്ട് തോന്നുന്നില്ല. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കാരണം മടുത്ത് ഇറങ്ങിപ്പോയതായിരിക്കുമെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. എനിക്ക് അമ്മയോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയി അമ്മ ഈ വീട്ടിലുള്ളവരെ തമ്മിലടുപ്പിക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ചും മീനാക്ഷിയാണിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ജഗദീഷ് അവിടുന്ന് പോകുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഈശ്വര, എൻ്റെ പല തീരുമാനങ്ങളും തെറ്റായി പോയോ എന്നാ എനിക്കിപ്പോൾ സംശയം. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ്. സാഹിറ ഇന്ദ്രജയെ വിളിക്കുകയും ഗിരിധരന്റെ കംപ്ലൈന്റിനെ കുറിച്ചും നാളെ നടക്കുന്ന റെയ്ഡിനെ കുറിച്ചെല്ലാം പറയുകയും ചെയ്യുന്നു. ശരി സാഹിറ, മീനാക്ഷി ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളാമെന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, മറ്റൊരു കാര്യം കൂടിയുണ്ട് സാഹിറ, ഇവിടെ ആൾമാറാട്ടത്തിന് വന്ന ഒരാളെ ഞാൻ പിടിച്ച് തടവിലാക്കിയിട്ടുണ്ട്. മറ്റാരുമല്ല, അർച്ചന തന്നെയാ കക്ഷി. ഇത് കേൾക്കുന്ന സാഹിറയ്ക്ക് സന്തോഷമാവുകയാണ്. എന്താണെങ്കിൽ ഞാൻ അവളെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നാളെ രാവിലെ റെയ്ഡിന് വരുമ്പോൾ ഞാൻ അവളെ അവിടെ നിന്ന് പൊക്കിക്കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് സാഹിറ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ കൈമളുടെ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്ന സാവിത്രിയെയും രാജലക്ഷ്മി അമ്മയുമാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മാധവമംഗലത്ത് റെയ്ഡിനെത്തിയിരിക്കുന്ന സാഹിറയും കൃപയും മറ്റൊരു കോൺസ്റ്റബിളിനെയുമാണ്. മേഡം എന്താ രാവിലെ തന്നെയെന്ന് മാധവമേനോൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ റെയ്ഡിന് വന്നതാണെന്ന് സാഹിറ പറയുന്നു. ഇന്നലെ മേഡം റെയ്ഡിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ഇന്നേ ആൾമാറാട്ടത്തിന് ശ്രമിച്ച ഒരാളെ ഇവിടെ കെട്ടിയിട്ടുണ്ടെന്നറിഞ്ഞു. അയാളെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് സാഹിറ അകത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാധവമേനോൻ. അങ്ങനെ സാഹിറയും പോലീസുകാരും കൂടി അകത്തേക്ക് കയറുമ്പോൾ എവിടെയാ കെട്ടിയിരിക്കുന്നതെന്ന് സാഹിറ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മാധവമേനോൻ ഒരു മുറിയുടെ താക്കോല് കൊടുക്കുകയാണ്. കൃപയും മറ്റൊരു കോൺസ്റ്റബിളും കൂടി ആ മുറിയുടെ ഉള്ളിലേക്ക് പോകുകയും കെട്ടിയിട്ടിരിക്കുന്ന ഇന്ദ്രജയെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. മേഡം, ഇവക്കിട്ട് എന്തെങ്കിലും കൊടുക്കണോ എന്ന് കൃപ ചോദിക്കുമ്പോൾ രണ്ടെണ്ണം മാത്രം കൊടുത്താൽ മതിയെന്നും ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടാകാമെന്നും സാഹിറ പറയുന്നു. എന്നാൽ പിന്നിൽ നിൽക്കുന്നത് ഇന്ദ്രജയാണെന്ന് സാഹിറ കാണുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്ദ്രജയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് കൃപ. ശബ്ദം കേട്ടുകൊണ്ട് സാഹിറ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രജയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.